വലതുകരം ഉയർത്തി, സ്വരം ഉയർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും സന്തോഷമാണോ? സന്തോഷമാണെങ്കിൽ ഒന്ന് വലതുകരം ഉയർത്തി കുറച്ചുകൂടി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ ഒന്ന് കരം ഉയർത്തി കരമടിച്ച് ഈശോയ്ക്ക് നന്ദി പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകം മക്കളെ ഈശോ അനുഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ മണിക്കൂറിൽ എന്ത് വചനം പറയണമെന്ന് ചിന്തിച്ചപ്പോ മാത്യു നായിക്കാൻ പറഞ്ഞച്ഛൻ ടൈം ടേബിൾ ഇട്ടപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം, അച്ഛൻ വിശുദ്ധ കുർബാനയെക്കുറിച്ച് മാത്രം പറയുക, വിശുദ്ധ കുർബാനയെക്കുറിച്ച് മാത്രം പറയുക. കണ്ണീരോടെ എത്തുന്ന മക്കൾക്ക് അത് അന്ന് സന്ദേശമായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മാത്യുച്ചനാണ് എന്നോട് പറഞ്ഞത് വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുവാൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അച്ഛൻ പ്രാർത്ഥിച്ചപ്പോഴായിരിക്കും അച്ഛൻ അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ കിട്ടിയത്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മളൊന്ന് ധ്യാനിക്കുക. പ്രിയപ്പെട്ടവർ, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു, ഈശോയുടെ കുരിശിന്റെ അടുത്ത് ഈശോയുടെ അമ്മയും ഈശോ സ്നേഹിച്ച ശിഷ്യനും നിൽപ്പുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഈശോയുടെ കുരിശിന്റെ അടുത്ത് ഈശോയുടെ അമ്മ, ഈശോ സ്നേഹിച്ച ശിഷ്യൻ നിൽക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ശിഷ്യൻ, ഒരു ദൈവമകൻ, ഒരു ദൈവമകൾ ആദ്യം ചേർന്ന് നിൽക്കേണ്ടത് കുരിശിനോടാണ്. ഹല്ലേലൂയ. ഒരു ദൈവ പൈതൽ ആദ്യം ചേർന്ന് നിൽക്കേണ്ടത് കുരിശിനോടാണ്. എന്ന് വെച്ചാൽ ബലിയോടാണ്, വിശുദ്ധ കുർബാനയോടാണ്. ഹല്ലേലൂയ. ഒരു ദൈവമകൻ, ഒരു ദൈവമകൾ ആദ്യം ചേർന്ന് നിൽക്കേണ്ടത് വിശുദ്ധ കുർബാനയോടാണ്, വിശുദ്ധ ബലിയോടാണ്. ഹല്ലേലൂയ. കുരിശ്, ബലി. പ്രിയപ്പെട്ടവർ, വിശുദ്ധ കുർബാന ബലിയാണെന്നാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. കത്തോലിക്ക സഭയിലെ അനേകം മാർപ്പാപ്പന്മാര് പഠിപ്പിക്കുകയാണ്, മക്കളെ വിശുദ്ധ കുർബാന ബലിയാണ്. ഹല്ലേലൂയ. ഈ ബലി എന്ന് വെച്ചാൽ അർത്ഥം എന്താ? നമുക്കറിയാം, പഴയ നിയമത്തിൽ പുരോഹിതൻ കുഞ്ഞാടിനെ ബലിയർപ്പിക്കുന്നു. അവിടെ പുരോഹിതൻ ചെയ്യുന്നത് ആ കുഞ്ഞാടിന്റെ കഴുത്തറുത്ത് അതിനെ കൊല്ലുന്നു. അബ്രാഹം മകനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോയി എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം, അബ്രാഹം മകനെ കൊണ്ടുപോകുന്നത് കൊല ചെയ്യാനാ. ഹല്ലേലൂയ. ഇപ്പൊ ബലിയിൽ നടക്കുന്ന പ്രവൃത്തി ബലിയർപ്പിക്കുന്ന മൃഗത്തെ കൊല്ലുന്നു എന്നതാണ്. ഹല്ലേലൂയ. ബലിയിൽ നടക്കുന്ന പ്രവൃത്തി ബലിയർപ്പിക്കുന്ന മൃഗത്തെ കൊല്ലുന്നു. അങ്ങനെയെങ്കിൽ വിശുദ്ധ കുർബാന ഈശോയുടെ ബലിയാണെന്ന് തിരുസഭ പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ വിശുദ്ധ കുർബാനയിൽ ആരാണ് കൊല്ലപ്പെടുന്നത്? സ്വരം ഉയർത്തി പറ. പ്രിയപ്പെട്ടവരെ, ഈശോ വിശുദ്ധ കുർബാനയിൽ മരിക്കുന്നു. മരിയ വോൾട്ടാർത്തയുടെ പുസ്തകത്തിൽ ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, ഒരു കാര്യമേ ഞാൻ എന്റെ പിതാവിനോട് ചോദിച്ചുള്ളൂ, എനിക്ക് എന്റെ മക്കൾക്ക് വേണ്ടി മരിക്കണം. ഹല്ലേലൂയ. ഇപ്പൊ വിശുദ്ധ കുർബാന ബലിയാണെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കുക. വിശുദ്ധ കുർബാന ബലിയാണെന്ന് പറയുമ്പോൾ വിശുദ്ധ കുർബാന ഈശോയുടെ മരണമാണ്. കരമുയർത്തി കരമടിച്ച് ഈശോ എന്ന് പറയുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയെങ്കിൽ ഈശോ മരിച്ചത് ആർക്കു വേണ്ടിയാണ്? ആർക്കു വേണ്ടിയാണ്? നമുക്ക് വേണ്ടി എന്നൊക്കെ പറയാൻ എളുപ്പമാ. നമുക്ക് വേണ്ടി എന്ന് പറയാൻ എളുപ്പമാ. ആർക്കു വേണ്ടിയാണ്? എനിക്ക് വേണ്ടി. ഈശോ മരിച്ചത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ ഇരിക്കുന്ന ഓരോ മകനും മകൾക്കും വേണ്ടിയാ. തകർന്നിരിക്കുന്നവരുണ്ടാകാം, പാപത്തിൽ അടിമപ്പെട്ടവർ കാണാം, ജീവിതം ഇനി മുമ്പോട്ട് പോകില്ല എന്ന് ചിന്തിച്ചു നിൽക്കുന്ന മക്കൾ കാണാം. ഈ മണിക്കൂറിൽ വിശ്വസിക്കുക, പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈശോ മരിച്ചത് നിനക്ക് വേണ്ടി മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈശോ എനിക്ക് വേണ്ടി മരിച്ചു. 1 യോഹന്നാൻ 2:2, അവിടുന്ന് നിനക്കുള്ള പരിഹാര ബലിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഇരുന്നിപ്പോൾ അനേകം മക്കൾ ചിന്തിക്കുന്നില്ലേ, എന്റെ പ്രശ്നത്തിന്, എന്റെ തകർച്ചയ്ക്ക് ഒരു ഉത്തരമില്ലല്ലോ, എന്റെ കണ്ണുനീരിന് ഒരു പരിഹാരമില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചിന്തിക്കുന്ന മക്കൾ ഈ വചനമൊന്ന് ധ്യാനിക്കുക. വിശുദ്ധ കുർബാന നിനക്കുള്ള പരിഹാരമാണ്. ഹല്ലേലൂയ. എന്റെ കർത്താവ്, എന്റെ ദൈവമേ, എന്റെ പ്രശ്നത്തിനുള്ള പരിഹാരം എന്താണെന്ന് ഒരു ദൈവ പൈതൽ വിങ്ങിപ്പൊട്ടി അൾത്താരയിൽ ചോദിക്കുമ്പോ അൾത്താര സ്വർഗം നൽകുന്ന ഉത്തരവിതാണ്, മകനെ മകളെ, വിശുദ്ധ കുർബാന നിനക്കുള്ള പരിഹാരമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ കുർബാന എനിക്കും നിങ്ങൾക്കുള്ള പരിഹാരമാണ്.
ആ ബോധ്യത്തോടുകൂടി ഒരു ദൈവ പൈതൽ വിശുദ്ധ കുർബാനയിൽ ആശ്രയിക്കുമ്പോൾ, ആ ബോധ്യത്തോടുകൂടി ഒരു മകൻ കണ്ണീരോടെ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒന്ന് തിരിച്ചറിയുക, വിശുദ്ധ കുർബാന നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ഇവിടെ ഇരുന്ന് അനേകം മക്കൾ ചോദിക്കുന്നില്ലേ, ചോദ്യം ഇതാ, എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താ? ഈ കഷ്ടപ്പാടിൽ, ഈ തകർച്ചയിൽ, ഈ രോഗത്തിൽ, ഈ പ്രശ്നത്തിൽ എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താ? ഇത് ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഉത്തരം തരുന്നു. ഈശോ നിങ്ങളോട് പറയുന്നു, എന്താണ് ഞങ്ങളെക്കുറിച്ചുള്ള പദ്ധതി? ഈശോ പറഞ്ഞു, യോഹന്നാൻ 6:28, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. യോഹന്നാൻ 6:28, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. ഇവിടെ ഇരിക്കുന്ന ക്യാൻസർ രോഗിയുണ്ട്, ലക്ഷങ്ങൾ കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യതയുമായിട്ട് നിൽക്കുന്ന മക്കളുണ്ട്. മുമ്പോട്ട് പോകില്ല, ഒരടി പോലും ദാമ്പത്യം മുമ്പോട്ട് പോകില്ല, തീരുമാനിച്ചുറപ്പിച്ചു നിൽക്കുന്ന മക്കളുണ്ട്. എന്താ പദ്ധതി? ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾ എന്തു ചെയ്യണം? ശിഷ്യന്മാർ ഈശോയോട് ചോദിച്ചു. ഉത്തരം 6:28 യോഹന്നാൻ, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. ബൈബിൾ പണ്ഡിതന്മാര്, ബൈബിൾ ക്ലാസ്സിൽ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം എന്ന് വെച്ചാൽ വിശുദ്ധ കുർബാനയുടെ ചാപ്റ്ററാണ്, വിശുദ്ധ കുർബാനയുടെ അധ്യായവ. അപ്പോൾ അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്തിൽ വിശ്വസിക്കുക എന്ന അർത്ഥം? ചേർന്ന് പറ, വിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കുക. അപ്പൊ ഇവിടെ ഇരുന്ന് ഒരു മകൾ ചോദിക്കുന്നു, എന്റെ പ്രശ്നത്തിനുള്ള പരിഹാരം എന്താണ്? ഉത്തരം, വിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കുക. കരമടിച്ച് ഈശോയ്ക്ക് നന്ദി പറയുക. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി, സ്വരം ഉയർത്തി, ഹല്ലേലൂയ. വിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കുക, വിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കുക. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം ദൈവം തിരിച്ചു തരും. ഹല്ലേലൂയ. വിശുദ്ധ കുർബാന നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം, പിശാച് നഷ്ടപ്പെടുത്തിയതെല്ലാം ദൈവമക്കൾക്ക് ദൈവം തിരിച്ചു കൊടുക്കുന്ന സ്ഥലമാണ് വിശുദ്ധ കുർബാന. ഹല്ലേലൂയ. നമുക്കറിയാം, പാപം ചെയ്തപ്പോൾ ദൈവമക്കൾക്ക് വന്നത് 2 നഷ്ടമാണ്. പാപം ചെയ്തപ്പോൾ ദൈവമക്കൾക്ക് വന്നത് 2 നഷ്ടമാണ്. ഒന്ന്, പാപം വഴി ദൈവിക ജീവനില്ലാതായി. ഹല്ലേലൂയ. മരണം കടന്നു വന്നു. പ്രിയപ്പെട്ടവർ, 2 പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടും. എല്ലാ പാപത്തിലും ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടും. എന്നാൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഈ നഷ്ടപ്പെട്ട ദൈവിക ബന്ധവും ദൈവിക ജീവനും തിരിച്ചു കിട്ടുന്നത് വിശുദ്ധ കുർബാനയിലാണ്. കരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ ശബ്ദപരിധിക്കുള്ളിൽ നിൽക്കുന്ന സകല മക്കളും പരിശുദ്ധാത്മ വെളിപ്പെടുത്തൽ സ്വീകരിക്കുക. നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി അവിടുന്ന് അയച്ച ഈശോയിൽ, വിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കുക എന്നതാണ്. ഹല്ലേലൂയ. വിശുദ്ധ കുർബാന നഷ്ടപ്പെട്ട ദൈവിക ജീവൻ നൽകുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോ പറഞ്ഞു, ഞാൻ നൽകുന്ന അപ്പം നിന്നെ നിത്യജീവനിലേക്ക് നയിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ജീവന്റെ അപ്പമാണ്. 2, ഇന്ന് ഞാൻ കൈ നീട്ടുമ്പോൾ, ഇന്ന് ഞാൻ നാവ് നീട്ടുമ്പോൾ, പ്രിയപ്പെട്ടവൻ, എന്റെ നാവിൽ വിശുദ്ധ കുർബാന എത്തുകയാണ്. എന്റെ നാവിൽ വിശുദ്ധ കുർബാന എത്തുകയാണ്. ഒരുപക്ഷെ അക്രൈസ്തവ സഹോദരങ്ങൾ ചിന്തിക്കും, ഞങ്ങൾക്ക് അങ്ങനെ സ്വീകരിക്കാൻ പറ്റിയല്ലോ. അവർക്കും യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അക്രൈസ്തവ സഹോദരങ്ങൾക്ക് ഉത്തരം നൽകുന്നുണ്ട്. ഉത്തരം എന്താ? യോഹന്നാൻ 6-ൽ ഉത്തരവുണ്ട്. എന്താ ഉത്തരം? ഇതാ, എന്നെ കാണുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് നിത്യജീവനുണ്ട്. ഹല്ലേലൂയ. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്ക് മാത്രമല്ല, വിശുദ്ധ കുർബാനയിൽ യേശു ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു മകനും നിത്യജീവനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമത്തെ കാര്യം ഇതാണ്, എന്താണ് എന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി? ഈ തകർന്നു നിൽക്കുമ്പോൾ, പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ, രോഗത്തിൽ നിൽക്കുമ്പോൾ, ദാമ്പത്യ തകർച്ചയിൽ നിൽക്കുമ്പോൾ, എന്റെ കർത്താവേ, എന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താ? എന്റെ പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, മക്കളെ, ഇതാണ് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി. അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക എന്ന് വെച്ചാൽ കുർബാനയിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരിക്കല് ഈ കോട്ടയാശ്രമത്തിൽ താമസമുള്ള ധ്യാനത്തില് അന്ന് ഒരു 4 മാസം ഈ താമസമുള്ള ധ്യാനത്തിന്റെ ഉത്തരവാദിത്വം പ്രൊവിൻഷ്യാൾച്ചൻ എന്നെ ഏൽപ്പിച്ചു.
ഒരു ദിവസം തിങ്കളാഴ്ച ദിവസം ഒരു കുടുംബം വന്നിരിക്കുക. അവർ ദുബായിൽ നിന്ന് വന്നിരിക്കുന്നതാ. 1.25 വയസ്സുള്ള കൊച്ചിന് ലിവറിനോട് ചേർന്ന് ക്യാൻസറിന്റെ ആരംഭം. ഈ കൊച്ചിന്റെ 2 കണ്ണുകളും രക്ത കളർ പോലെ ചോന്നിരിക്കുക. അപ്പോ ഇവർ നെടുമ്പാശ്ശേരിയിൽ ഫ്ലൈറ്റ് ഇറങ്ങി ഇവർ നേരെ വരുന്നത് കോട്ടയിലേക്കാണ്. അപ്പോ ഈ കൊച്ചിന്റെ അപ്പനും അമ്മയും ചെറുപ്പക്കാരായ ഭർത്താവും ഭാര്യയും എന്നോട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു മുറി തരണം. അപ്പോ ഈ ചെറുപ്പക്കാരായ ദമ്പതികളുടെ മാതാപിതാക്കൾ പറയുന്നു, അച്ഛാ ഇവരോട് പറ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാനാ ദുബായിൽ നിന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവര് കരഞ്ഞു പറഞ്ഞൊരു കാര്യം, അച്ഛാ ഞങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു മുറി തരണം, ഞങ്ങൾക്ക് ഡോക്ടറിന്റെ അടുത്തല്ല പോകേണ്ടത്, ഈശോയ്ക്ക് എന്ത് പറയാനുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് വന്ന് ധ്യാനം കൂട്, ഡിവൈനിലോ കോട്ടയിലോ നിങ്ങൾക്ക് ധ്യാനം കൂടാൻ അവസരം തരാം. പക്ഷെ അവർ സമ്മതിച്ചില്ല. അവരുടെ ധ്യാനം കൂടാൻ തുടങ്ങി. പ്രിയപ്പെട്ടവർ, ചൊവ്വാഴ്ച ദിവസം ഞാൻ മാത്യുച്ചനുമായിട്ട് അവരുടെ മുറിയിൽ ചെന്നു. മാത്യുച്ചൻ പ്രാർത്ഥിച്ചു. എന്റെ അച്ഛൻ പറഞ്ഞു, ഈശോ തൊടും. വ്യാഴാഴ്ച വൈകുന്നേരം സൗഖ്യാരണ സമയത്ത് ഈ കൊച്ചിനു വേണ്ടി ഈ കൊച്ചിനെ ഈശോ തൊടുന്നു എന്നുള്ള സൗഖ്യം സന്ദേശം ഈശോ നൽകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് പറഞ്ഞിറങ്ങുമ്പോഴും എന്റെ മനസ്സിൽ ദുഃഖമാണ്. കാരണം ഈ കൊച്ചിന്റെ കണ്ണ് അപ്പോഴും രക്തക്കളറിൽ ചുവന്നിരിക്കുക. ഞാൻ മുറിയിൽ ചെന്ന് കിടന്നു. ഞാൻ ഈ കൊച്ചിനെ ഓർത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ 5:30 കുർബാന എന്ന് ചോദിക്കാൻ വരുമ്പോ ഈ കൊച്ചിനെ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് അപ്പനും അമ്മയും ഓടി വരും. അച്ഛാ ഞങ്ങളുടെ കൊച്ചിന്റെ മുഖത്തേക്ക് നോക്ക്. ഞാൻ നോക്കുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇന്നലെ രാത്രി വരെ രക്തക്കളറായിരുന്ന കണ്ണ് വെള്ളാരം പോലെ തിളങ്ങി നിൽക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ ഞാൻ ചോദിച്ചു, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയതാ? അപ്പൊ അവര് പറഞ്ഞു, അച്ഛാ ഇന്നലെ രാത്രി ഞങ്ങൾ ഞങ്ങളുടെ കൊച്ചിനെ നടുക്ക് കിടത്തിയിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾ കണ്ടു. ആ സ്ത്രീ പറയുക, എന്റെ കൊച്ചിന്റെ തലയ്ക്ക് മുകളിൽ ഈശോയുടെ തൂങ്ങപ്പെട്ട രൂപം, ഈശോയുടെ കാലിന് രക്തം പൈപ്പിൽ നിന്നതുപോലെ വെള്ളം ഒഴുകുന്നത് പോലെ ഒഴുകി ഇറങ്ങുന്നു. അച്ഛാ എന്റെ കൊച്ചിന്റെ തലയിൽ വന്ന് വീഴുന്നു. അപ്പോൾ ഞങ്ങൾ ഞെട്ടി എഴുന്നേറ്റു. ഈശോയെന്ന് വിളിച്ച് ഞാൻ ഞെട്ടി എഴുന്നേറ്റു. കാണുന്നത് എന്റെ കൊച്ചു ചിരിച്ചുകൊണ്ട് കട്ടിൽ കിടക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞപ്പോ അവർ അൾത്താരയിൽ ആ കൊച്ചിനെ വെച്ച് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. നീ നിന്റെ തകർച്ചയിൽ ഈശോയുടെ വിശുദ്ധ കുർബാനയിൽ സമർപ്പിക്കുക. നഷ്ടപ്പെട്ടതെല്ലാം ദൈവം തിരിച്ചു തരും. വലതുകരം ഉയർത്തി, സ്വരം ഉയർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 2 വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുമ്പോൾ രണ്ടാമത് സംഭവിക്കുന്ന കാര്യം എന്താണ്? ഈ വചനമാണ് ഈശോ എനിക്ക് പറഞ്ഞു തന്നത്. 1 തെസ്സലോനിയ 5:16-17. തെസ്സലോനിയക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 16-17. മക്കളെ, ഇതാണ് നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. എപ്പോഴും സന്തോഷിക്കുക, എല്ലാ കാര്യങ്ങളിലും സ്തുതിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഇപ്പോ ഇവിടെ ഇരുന്ന് സങ്കടപ്പെടുന്ന മക്കളില്ലേ, അവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അത്. സന്തോഷിക്കുക, സ്തുതിക്കുക. ഇത് കുർബാനയുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുന്നു? അതാണ് ചിന്തിക്കേണ്ടത്. ഇത് കുർബാനയുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുന്നു? കുർബാന നന്ദി പറയുന്ന കൂദാശയാണ്. ഹല്ലേലൂയ. വിശുദ്ധ കുർബാന, യൂക്കറിസ്റ്റ് മീൻസ് താങ്ക്സ് ഗിവിംഗ്. വിശുദ്ധ കുർബാന ഏറ്റവും വലിയ നന്ദി പറച്ചില്ല. കാരണം അന്ത്യത്താഴത്തിൽ ഈശോ അപ്പം എടുത്തിട്ട് പറഞ്ഞു, പിതാവേ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തട്ടെ. കൃതജ്ഞതാ സ്തോത്രം ചെയ്തു. അവൻ അപ്പം എടുത്ത് വാഴ്ത്തി, അവൻ കൃതജ്ഞതാ സ്തോത്രം ചെയ്തു. കുർബാനയിൽ നമ്മൾ പറയും എന്ന് വെച്ചാൽ അവൻ നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. ഇതാണ് നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി. എപ്പോഴും സന്തോഷിക്കുക, ഇടവിടാതെ സ്തുതിക്കുക, സ്ഥിരതയോടെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയിൽ ഒരു ദൈവമകൻ, ഒരു ദൈവ പൈതൽ നിൽക്കുമ്പോ ആ ദൈവ പൈതലിന് എത്ര കോടി രൂപയുടെ കടബാധയുണ്ടെങ്കിലും, ക്യാൻസർ രോഗം ഇതാ ഡോക്ടേഴ്സിന് രക്ഷയില്ല എന്ന് പറയുമ്പോഴും കുർബാനയിൽ വിശ്വാസമുണ്ടെങ്കിൽ അവൻ ജീവിതത്തെ വാഴ്ത്തി സ്വീകരിക്കും. ഹല്ലേലൂയ. കരമുയർത്തി കരമടിച്ചു നന്ദി പറയുക. കരമുയർത്തി കരമടിച്ചു എന്ന് പറയുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനാൽ തീരുമാനമെടുക്കുക. ഞാൻ ദുഃഖിക്കില്ല. എന്റെ പ്രശ്നത്തെയോർത്ത്, എന്റെ തകർച്ചയോർത്ത് ഞാൻ കരയില്ല. കാരണം ഐ ഹാവ് എ ഗോഡ്. എനിക്കൊരു ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയിൽ കണ്ണീരോടെ നിൽക്കുന്ന ഒരു ദൈവ പൈതലിനെ വിശുദ്ധ കുർബാന പഠിപ്പിക്കുന്ന അതാണ്. മക്കളെ, ജീവിതത്തെ നന്ദി പറഞ്ഞ് സ്വീകരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപാട് മക്കളുണ്ട്. നമ്മുടെ മരച്ചാക്കരയിൽ നോർബട്ടമ്മ ഉണ്ടായിരുന്നു, നമ്മുടെ അൽഫോൻസാമ്മ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്റെ ജസ്റ്റ് സീനിയറായ അച്ഛൻ മരിച്ചു കഴിഞ്ഞ വർഷം, ജെറീഷ് അച്ഛൻ ക്യാൻസർ ചെയ്യുന്നത് 4th സ്റ്റേജിൽ ക്യാൻസർ. ലെൻസിന് 2 ലെൻസിനും ക്യാൻസറാണ്. ജെറീഷ് അച്ഛൻ അറിഞ്ഞു. ഞങ്ങൾക്ക് എല്ലാവർക്കും, അദ്ദേഹത്തോട് കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും വലിയ സങ്കടമായി. ഞാൻ പറഞ്ഞു, ജെറീഷ് അച്ഛൻ ഒരു ദിവസം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സുഖാണോന്ന് അന്വേഷിച്ചു.
അപ്പൊ ജെറീഷച്ചനോട് ചോദിച്ചു, എന്നെ കാണാൻ വരുന്നില്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ വരികയില്ല, എനിക്ക് കാണണ്ട. അപ്പൊ ജെറീഷച്ചൻ പറഞ്ഞു, ഒരു ദിവസം വാ, നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് കാണാൻ പറ്റുന്നില്ല. 4th സ്റ്റേജിൽ ഗംഗാരൻ ഡോക്ടർ പോലും പറഞ്ഞു, ഇനി നല്ലതുപോലെ പ്രാർത്ഥിച്ച് മരണത്തിന് വേണ്ടി ഒരുങ്ങ്. ആ വ്യക്തി എങ്ങനെയാണെന്ന് കാണാനാ? അങ്ങനെ ഞാൻ കോട്ടയത്ത് അടിച്ചുള്ള ധ്യാന കേന്ദ്രത്തിൽ 4th സ്റ്റേജിന് ക്യാൻസറുമായിട്ട് കിടക്കുന്ന അച്ഛനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. ഞാൻ ഓർക്കുന്നു, ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാ, അദ്ദേഹം ഇപ്പോൾ രോഗിയായിട്ട് കട്ടിൽ കിടക്കുകയായിരിക്കും, മുഖം നിരാശയായിരിക്കും. ഞാൻ ചെല്ലുമ്പോൾ കാണുന്നത് അദ്ദേഹം സ്റ്റേജിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുന്നു, ആ ജനത്തോടൊപ്പം കൈയടിച്ച് പാട്ടുപാടി സ്തുതിക്കുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇറങ്ങിയപ്പോൾ ചോദിച്ച ചോദ്യമുണ്ട്, എന്റെ ജെറീഷ് അച്ഛാ, ഇതെങ്ങനെ സാധിക്കുന്നു? അച്ഛന്റെ സിമ്പിൾ ഉത്തരം, നമുക്ക് കുർബാനയിൽ ഈശോ ഉണ്ടല്ലോ, നമുക്ക് കുർബാനയിൽ ഈശോ ഉണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, മരണം ഇനി ദിവസങ്ങളേ ഉള്ളൂ എന്ന് ഡോക്ടേഴ്സ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോ ഈ മകൻ അനേകായിരങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ പൗരോഹിത്യം, വെറും 35 വയസ്സ് പ്രായമുള്ളൊരു പൗരോഹിത്യം സ്റ്റേജിൽ കിടന്ന് സ്തുതിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, അച്ഛാ എങ്ങനെ സാധിക്കുന്നു അച്ഛാ? അച്ഛൻ പറഞ്ഞു, ഞാൻ കുർബാനയുടെ മുമ്പിൽ നിൽക്കുന്നു, കുർബാനയുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിൽക്കുക കുർബാനയുടെ മുമ്പിൽ. ജീവിതത്തെ വാഴ്ത്താൻ കൃപ കിട്ടും. ഞാൻ പറഞ്ഞു വരുന്നത്, ജീവിതത്തെ വാഴ്ത്തുക, അതിന് ഏറ്റവും നല്ലത് കുർബാനയോട് ചേർന്ന് നിൽക്കുക. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം, എങ്ങനെയാണ് കുർബാന അത്ഭുതമാവുന്നത്? പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ മരിയ വോൾത്താർത്തയുടെ പുസ്തകം 260 സമ്പൂർണ്ണ വോളിയത്തിൽ 260 അധ്യായം അവസാനത്തെ അത്താഴത്തെക്കുറിച്ച് അതിൽ പറയുന്ന ഈശോ പറയുന്നൊരു വചനമുണ്ട്, ഈ കൂദാശ യോഗ്യതയോടെ സ്വീകരിക്കുന്നവർക്ക് അതിന്റെ ഫലമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഓർക്കുക, കുർബാന കണ്ടിട്ടും കണ്ണീരോടെ കുർബാനയിൽ നിന്നിട്ടും എന്തുകൊണ്ട് എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് ഈ മണിക്കൂറിൽ ചോദിക്കുമ്പോ പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ കുർബാന, ഈ കൂദാശയിൽ നിൽക്കുന്നവർക്ക് ഫലം കിട്ടുന്നത് യോഗ്യതയോടെ നിൽക്കുമ്പോഴാണ്, വിശുദ്ധിയോടെ നിൽക്കുമ്പോഴാണ്. ഹല്ലേലൂയ. ഈ വചനം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്കൊരു വചനം പറഞ്ഞു തന്നു. റോമ 12:1. മക്കളെ, ഇതാണ് പദ്ധതി. എന്താണ്? നിങ്ങളുടെ ശരീരങ്ങൾ വിശുദ്ധവും നിർമ്മലവും കർത്താവിന് പ്രീതികരവുമായ സജീവ ബലിയായി അർപ്പിക്കുക. ഹല്ലേലൂയ. ഇതാണ് നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി. അതുവഴി പരിപൂർണമായതെന്നും നിത്യമായതെന്നും തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും സജീവവുമായ ബലിയായിട്ട് അർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരു ദൈവ പൈതൽ വിശുദ്ധിയോടെ സ്വീകരിക്കുമ്പോഴാണ് അതിന് അഭിഷേകം ഉണ്ടാകുന്നത്, അത് അനുഗ്രഹമാകുന്നത്, അത് അത്ഭുതമാകുന്നത്. അതുകൊണ്ട് കുർബാന നമ്മൾ പറയും, വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിലുള്ളതാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ട് ഇന്ന് നമ്മുടെ കുടുംബത്തിൽ എന്തുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുർബാന അത്ഭുതമാകുന്നില്ല? ഒരുപാട് മക്കൾ കൂദാശയിൽ ഈശോയെ വേദനിപ്പിക്കുന്നു. ഒരുപാട് മക്കൾ ഈശോയുടെ കണ്ണുനീര് വീഴ്ത്തുന്നു. ഒരുപാട് സമർപ്പിത ജീവിതത്തിൽ, ഒരുപാട് ദാമ്പത്യ ജീവിതത്തിൽ ഈശോ വേദനിക്കുന്നു. കാരണം എന്താ? കാരണം പ്രിയപ്പെട്ടവരെ, കല്യാണം ആശീർവദിക്കാൻ വന്നു നിൽക്കുമ്പോ ഇതാ ലൈംഗിക പൂർവ്വ ബന്ധത്തിന്റെ സുഖങ്ങളിൽ കഴിഞ്ഞിട്ട് ഒരു കൂദാശയിൽ അനുതാപമില്ലാതെ വന്നു നിൽക്കുമ്പോൾ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ എങ്ങനെ കുർബാന അത്ഭുതമാകും? നിന്റെ ദാമ്പത്യ ജീവിതത്തിൽ, നിന്റെ സമർപ്പിത ജീവിതത്തിൽ നീ അശുദ്ധിയോടെ നിൽക്കുമ്പോ നിന്റെ ബലിയർപ്പണം എങ്ങനെ സ്വീകാര്യമാകും? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി ഈശോ വെളിപ്പെടുത്തുന്നു മരിയ വോൾത്താർത്തയ്ക്ക്, എന്റെ മക്കളെ, ഈ കുർബാന, ഈ കൂദാശ അനുഗ്രഹമാകുന്നത് യോഗ്യതയോടെ സ്വീകരിക്കുന്നവർക്കാണ്. ഹല്ലേലൂയ. ശക്തിയോടെ കരമടിച്ച് എന്ന് പറയാം. ശക്തിയോടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുർബാനയോട് ചേർന്ന് നിൽക്കുക. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ പോട്ട കൺവെൻഷന് നിങ്ങളോട് പറയാനുള്ളത്, 28ാമത് പോട്ട ദേശീയ ബൈബിൾ കൺവെൻഷന് നിങ്ങൾ തകർന്നപ്പോഴൊക്കെ, നിങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിച്ചപ്പോഴൊക്കെ, നിങ്ങൾ തകർന്ന് ഈ മണ്ണിലേക്ക് വന്നപ്പോഴൊക്കെ, നിങ്ങളെ കൈപിടിച്ചുയർത്തിയ പോട്ടയാശ്രമത്തിന്റെ മണ്ണിലെ ഈശോയ്ക്ക് എന്റെ മക്കളെ നിങ്ങളോട് പറയാനുള്ളത് ഒരൊറ്റ കാര്യമാ, നിങ്ങൾ കുർബാനയോട് ചേർന്ന് നിൽക്കുക, നിങ്ങൾ കുർബാനയിൽ സമർപ്പിക്കുക, നിങ്ങൾ കുർബാനയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുക. ഉത്തരവുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരുണ്യവാനും രക്ഷകനുമായ ഈശോയെ, അത്ഭുതകരമായ കൃപയൊഴുക്കി ഈ അൾത്താരെ തിരുവോസ്തരൂപനായി വരണമേ, അനുഗ്രഹദാതാവായി വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാ കെട്ടുകളും അഴിയട്ടെ, എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ കൃപയൊഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹങ്ങൾ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാവരും ഉണർത്തണേ കർത്താവേ. അങ്ങയുടെ ദിവ്യശക്തി ഞങ്ങൾ പ്രകടമാകട്ടെ. യേശുവെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ രക്ഷക വരണമേ, അനുഗ്രഹദാതാവായി വരണമേ, എല്ലാ പീഡകളും മാറ്റണമേ. യേശുവിന്റെ നാമത്തിൽ കെട്ടുകൾ അഴിയട്ടെ, ബന്ധനം അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ സൗഖ്യമൊഴുകട്ടെ കർത്താവേ. രോഗശാന്തി എല്ലാവരും അനുഭവിക്കട്ടെ. ആന്തരിക മുറിവുകൾ സുഖം മാറിപ്പോകട്ടെ. ആന്തരിക മുറിവുകൾ ഉണങ്ങി സൗഖ്യം നേടട്ടെ. ശാരീരിക രോഗപീഠകൾ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അരുണോദയം പോൽ തൊളിവീശും കൈതന്യമേ, ഒരു മോദമോടെന്നും അവകാശപ്പാടിടാ. പൊൻപേടകത്തിൽ പുതുജീവന അരുണോദയം പോലൊളിവീശും ചൈതന്യമേ, ഒരു മോദമോടെന്നും അവകാശപ്പാടിടാ. കരങ്ങൾ ഉയർത്തി ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ. നെഞ്ചോട് ചേർത്ത് വെക്കാം. വലതുകരം ഈശോയുടെ നേരെ നീട്ടിപ്പിടിച്ച് നിങ്ങൾ അനുഭവിക്കുന്ന ശാരീരിക രോഗങ്ങൾ, മാനസിക വ്യഥകൾ, കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക ക്ലേശങ്ങൾ, കടബാധ്യതകൾ, ജോലി പ്രശ്നങ്ങൾ, മക്കൾ, അവരുടെ ഭാവി പഠനം, അവരുടെ ആത്മീയ ജീവിത മേഖലകൾ എല്ലാം ഈശോയ്ക്ക് കൊടുക്കുക. നിങ്ങളുടെ മാതാപിതാക്കളെ, നിങ്ങളുടെ പൂർവികരെ, കുടുംബത്തിൽ രോഗികളായി കിടക്കുന്നവരെ, ആശുപത്രിയിലുള്ളവരെ, വൃദ്ധരായി മരണാസന്നായി കിടക്കുന്നവരെ, മാറാ രോഗബാധിതരെ, കഠിന വേദനയുള്ളവരെ, പാപദുശ്ശീലങ്ങൾ പെട്ടുകിടക്കുന്നവരെ, മദ്യമയക്കുമരുന്ന് പുകവലി ബന്ധനമുള്ളവരെ, പിശാചിന്റെ പിന്നാലെ പോയവരെ, സഭയുപേക്ഷിച്ചവരെ, വചനം ധിക്കരിക്കുന്നവരെ, അനുസരണക്കെട്ടവരെ യേശുവിന് കൊടുക്കുക. സ്തുതിക്കട്ടെ. 2 കരമുയർത്തിയെങ്കിൽ സ്തുതിച്ചു. എല്ലാവരും സ്തുതിക്കട്ടെ. ഓ ദൈവമേ, അത്ഭുതകരമായ കൃപയൊഴുക്കണമേ. ഈ ജനത്തിന്റെ വേദന, ദുഃഖം, രോഗം, പാപം, ബന്ധനമെല്ലാം അഴിയട്ടെ കർത്താവേ. ഇവരെ പീഡിപ്പിക്കുന്ന ദുഷ്ടശക്തികൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇപ്പോൾ നിർവീര്യമായി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ കൃപയൊഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങയുടെ ശക്തി ഇവിടെ പ്രകടമാകട്ടെ. ശക്തി പ്രകടമാകട്ടെ. യേശുവിന്റെ ശക്തി പ്രകടമാകട്ടെ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഇറങ്ങി വരണമേ. യേശുവേ, എല്ലാവരും
യേശുവേ എന്ന് വിളിച്ചു. വിളിച്ചപേക്ഷിച്ചു.